ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണല്ലോ നമ്മൾ ധ്യാനിക്കുന്നത്. വാക്കുകളുടെ വചനപ്പെരുമ, ഇമ്പോർട്ടൻസ് ഓഫ് വേർഡ്സ്, ഇതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. സോളമൺ ഐലൻഡ്സ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മരത്തെ അവർക്ക് വെട്ടാനാണെങ്കിൽ അവർ ചെയ്യുന്ന ഒരു കാര്യം ഇങ്ങനെയാണെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. ആൾക്കാരെല്ലാം ഒന്നിച്ച് ചെന്ന് ദേശത്തോട് ഈ വൃക്ഷത്തോട് സംസാരിക്കും, അതിനെ വേണ്ടാത്ത എല്ലാം പറയും. അപ്പോൾ ഒരു ആഴ്ച കഴിയുമ്പോൾ ഈ മരം താഴെ വീഴുന്നതാണ് അവരുടെ വിശ്വാസം. ഇതൊരു പക്ഷേ ഒരു കെട്ടുകഥയായിരിക്കാം. എന്നാൽ ഇതിൽ മനസ്സിലാക്കുന്നത് നമ്മുടെ വാക്കുകൾക്ക് എന്ത് മൂർച്ചയുണ്ട് എന്നുകൂടെ നമുക്കൊന്ന് ധ്യാനിക്കേണ്ടതാണല്ലോ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവും പരീശന്മാരിൽ ഉണ്ടായിരിക്കുന്ന തർക്കമാണ് ഇതിന്റെ കേന്ദ്രബിന്ദു. ശുദ്ധീകരണ നിയമത്തിനെ കുറിച്ചാണ് കർത്താവ് ഇവിടെ സംസാരിക്കുന്നത്. പരീശന്മാര് ശിഷ്യന്മാരെ കുറിച്ച് പറയുന്നത് അവർ അശുദ്ധരാണ്, കാരണം അവര് ഭക്ഷണം കഴിക്കുന്ന മുന്നേ കൈ കഴുകിയിട്ടില്ല. അന്നത്തെ വിശ്വാസം അനുസരിച്ച് ഇതൊരു ഹൈജീന്റെ പ്രശ്നം മാത്രമല്ല, ഇതിൽ കൂടെ സാത്താൻ നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുന്നു, നമ്മളെ അശുദ്ധമാക്കുന്നു. എന്നാൽ കർത്താവ് ഈ ശുദ്ധീകരണ നിയമത്തിന്റെ പിന്നാലെ ആയിരിക്കുന്ന ഒരു പൊളിറ്റിക്സിനെയാണ്, രാഷ്ട്രത്തെയാണ് കർത്താവ് ചോദ്യം ചോദിക്കുന്നത്. കാരണം ശക്തിയുള്ള ആൾക്കാര് അവരെ വേർതിരിക്കുന്ന, അവരെ കീഴടക്കുന്ന ഒരു വലിയൊരു വെപ്പണായിട്ടാണല്ലോ ഈ നിയമം എപ്പോഴും പ്രവർത്തിച്ചിട്ടുള്ളത്. ഇത് ഭാരതീയ പശ്ചാത്തലത്തിലും എല്ലാ കാര്യത്തിലും നമുക്ക് ഇതിനെ മനസ്സിലാക്കാം. അതുകൊണ്ട് കർത്താവ് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: പുറത്തുനിന്ന് വായുടെ ഉള്ളിൽ പ്രവേശിക്കുന്നതാണോ നമ്മളെ അശുദ്ധമാക്കുന്നത്, അതോ ഹൃദയത്തിൽ നിന്ന് വായിൽ നിന്ന് പുറത്തു വരുന്നതാണോ നമ്മളെ മലിനമാക്കുന്നത്? ബൈബിളിൽ ഉടനീളം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഹൃദയം, ഹാർട്ട്, ഹീബ്രുവിൽ അതിനെ ലേബ് എന്ന വാക്ക് ആണ് ഉപയോഗിക്കുന്നത്. കാർഡിയ നമുക്ക് എല്ലാവർക്കും പരിചിതമായിരിക്കുന്ന ഒരു വാക്കാണല്ലോ, അത് ഗ്രീക്കിൽ നിന്ന് ഉടലെടുക്കുന്നു. ഒരു ഹാർട്ട് ചെക്കപ്പാണ് കർത്താവ് നമുക്ക് നൽകുന്നത്. എങ്ങനെയാണ് ഒരു മനുഷ്യനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുന്നത് ചോദിച്ചാൽ, അവൻ്റെ വാക്കുകൾ ഇപ്രകാരമുള്ളതാണ് എന്നുള്ള കാര്യം ഇന്ന് വളരെ ശ്രദ്ധേയമാണ്. നമ്മുടെ വാക്കുകൾ കൊണ്ട് നമുക്ക് ആരെയും വേണേയും നമുക്ക് കൊല്ലാം, ഇല്ലാതാക്കാം, അല്ലെങ്കിൽ വളർത്താം. സ്കൂളിലായിരുന്നപ്പോൾ ഒരു ദിവസം ഒരു മജീഷ്യൻ വന്നപ്പോൾ പറഞ്ഞ വാക്കുകളാണ് ആബ്രാകഡാബ്ര. അത് പല ആവർത്തി ഞാനത് കേട്ടിട്ടുണ്ട്. പിന്നെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് അറാമൈക് ഭാഷയിലെ ഒരു വാക്കുകളാണ്. അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്: വിത്ത് വേർഡ്സ് യു ക്യാൻ ക്രിയേറ്റ്. വാക്കുകൊണ്ട് നമുക്ക് സൃഷ്ടിക്കാനുള്ള വലിയ ശക്തി ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. കർത്താവ് ഇന്ന് ഒരു ഈസി ചെക്കപ്പാണ് നമുക്ക് നൽകുന്നത്. സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടത്തിൽ എങ്ങനത്തെ വാക്കുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ബാഹ്യമായിരിക്കുന്ന നിയമങ്ങൾ കൊണ്ട് നമ്മൾ ശുദ്ധരാകുന്നതല്ല, ആന്തരികമായിരിക്കുന്നത് ഇന്നർ ഹ്യൂമൻ ബീയിങ്, ഇന്നർ പേഴ്സൺ, അതെങ്ങനെയുള്ളതാണ് എന്നുള്ള ചോദ്യമാണ്. നമ്മുടെ ഹൃദയത്തിലാണ് എല്ലാം അശുദ്ധികളുള്ളത്. അതിൽ നിന്നാണ് നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത്. എന്നാൽ വാക്കുകൊണ്ട് നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും. നമ്മുടെ മുന്നിലായിരിക്കുന്ന ആൾക്കാരെ നമുക്ക് വളർത്താൻ പറ്റും. ഇന്ന് നമുക്കൊന്ന് പ്രാർത്ഥനയോടെ
ശാന്തതയോടെ നമ്മുടെ തന്നെ ഒരു ECG നമുക്ക് നടത്താം. നമ്മുടെ ഹൃദയം ഏത് പ്രകാരമുള്ളതാണ്? What is our heart look like? Is it away from God? അവരധരം കൊണ്ട് എന്നെ ആദരിക്കുകയും എന്നാൽ ഹൃദയം കൊണ്ട് അകന്നിരിക്കുകയും ചെയ്യുന്നു എന്ന് കർത്താവ് പറഞ്ഞ പോലെ തന്നെ നമ്മളും അങ്ങനെ തന്നെയാണോ? നമ്മുടെ ഹൃദയവും നമ്മുടെ വാക്കുകളെല്ലാം എപ്രകാരമുള്ളതാണ് എന്നുണ്ടായിരിക്കുന്ന ആത്മപരിശോധനം ഈ നോമ്പ് ദിനങ്ങളിൽ നമുക്കൊന്ന് നടത്താം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.